ഹായ് ഓൾ, പുതിയൊരു വീഡിയോ കാണാം. നമ്മൾ 50 കപ്പ് പുഡിങ്ങാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 പാക്ക് പാലെടുത്തിട്ടുണ്ട്. 500 ml പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് പറയണത് 400 ml പാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ മൊത്തത്തിൽ മെഷർമെൻറ്റ് മാറിപ്പോവും. ഇത് 500 ml പാലാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു പാക്കിന് 10 ഗ്രാം വെച്ച് നോക്കുമ്പോൾ 6 പാക്കിന് 60 ഗ്രാമാണ്. പക്ഷെ ഞാനിവിടെ 64 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു 4 ഗ്രാം കൂടുതൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പാലും അതുപോലെ ചൈന ഗ്രാസും നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിളക്കുമ്പോൾ ഓവർ തിക്കായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കപ്പും കൂടി ആഡ് ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി പാലിലേക്ക് ആവശ്യമുള്ള പാലും പഞ്ചസാരയും അതുപോലെ മിൽക്ക് മെയ്ഡും അത് എത്രയെന്ന് കറക്റ്റ് അളവ് പറയണില്ല. അത് നമുക്ക് എത്രയാണോ ആവശ്യം അങ്ങനെ ചെയ്യാം. ഫുള്ളി നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം, അല്ല നമുക്ക് പകുതി ചെയ്യാം. ഇനി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാതെ പഞ്ചസാര മാത്രമായിട്ടും ചെയ്യാം കേട്ടോ. അത് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാം. ഇത് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, ഇതിപ്പോൾ കറക്റ്റ് 6 പാക്ക് പാലാണല്ലോ. ഇതിപ്പോൾ ഞാൻ 3 ട്രേയുടെ അളവാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ റേറ്റ് പറയുമ്പോൾ എനിക്ക് 3 ട്രേ ഞാൻ എങ്ങനെയാണോ പുറത്ത് സെയിൽ ചെയ്യുക ആ ഒരു 3 ട്രേയുടെ റേറ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കപ്പ് വെച്ചിട്ടല്ല ഞാൻ റേറ്റ് പറഞ്ഞിട്ടുള്ളത്, കപ്പ് റേറ്റ് അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അടുത്ത് അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാവുമെന്ന് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ബദാം മിക്സ് യൂസ് ചെയ്തിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തർക്കും ഒരു കപ്പിന് എത്ര റേറ്റ് വാങ്ങിയെന്നാണ് അറിയേണ്ടി വരിക. ഞാൻ റേറ്റ് മേടിച്ചത് അങ്ങനെയല്ല. ഞാൻ കറക്റ്റായിട്ട് 3 ട്രേ എത്രയാണോ, ഇപ്പോൾ ഒരു ട്രേക്ക് 500 രൂപയാണെന്നുണ്ടെങ്കിൽ 3 ട്രേക്ക് 1500 രൂപ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്യരുത്, നമുക്കത് മെൽറ്റായി പോകും. ചൂട് കൊടുക്കാൻ ഒഴിക്കാനുള്ളതാണല്ലോ പുഡിങ്. അത് കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മൂത്തി കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ പേപ്പർ കപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ 50 കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പുഡിങ് ഇതുപോലെ ചൂട് കൊടുക്കണേ ഡയറക്റ്റ്ലി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു കപ്പ് നനഞ്ഞ് പുറത്ത് പോകില്ലേ എന്നുള്ള കമൻറ്റ് ഉണ്ടായിരുന്നു. പോവില്ല കേട്ടോ. ഇത് അത്രയും ലൂസൊന്നുമല്ല, കുറച്ച് തിക്കി കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ സെറ്റ് ആയിക്കോളും. പിന്നെ പേപ്പർ കപ്പിനും സാധാ നോർമൽ പേപ്പർ പോലെ അല്ലല്ലോ, ചെറിയൊരു കട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് അതങ്ങനെ പുറത്ത് പോവില്ല. പിന്നെ അത് നോർമൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ ഇത് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും എന്നുള്ളതാണ് കേട്ടോ. പുഡിങ് എപ്പോഴും നല്ല തണുപ്പിൽ കഴിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി അങ്ങനെ കേട്ടോ ഇഷ്ടമായത്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ കപ്പിൻ്റെ മുകളിലുള്ള ഈ ഒരു എയർ ബബിൾസ് ഉണ്ടല്ലോ, ആ ഒരു ബബിൾസ് നമ്മൾ പ്രത്യേകം മാറ്റിയെടുക്കണം. അത് ഈ ചൂട് കൊടുക്കാനെ തന്നെ ചെയ്യണം. ചൂടാറിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ബബിൾസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മുകളിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ, നല്ല സ്മൂത്തായിട്ട്. അപ്പോൾ ഞാൻ ചെയ്തതിൽ ഇതല്ലാതെ ഞാൻ ഒരു ഗ്ലാസും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് ആ ബാക്കി വന്നത് ഈ ഒരു 50 കപ്പ് അല്ലാതെ ബാക്കി വന്നത് കുറച്ച് ഞാൻ കുഞ്ഞി കപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കക്കാരെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ കുറച്ച് എല്ലാവരുടെ വീട്ടിലേക്കും ടേസ്റ്റ് വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഞാനിവിടെ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ സെറ്റാക്കി മുകളിലൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ അവരെ പറഞ്ഞ ടൈം ആയപ്പോക്കിന് ഞാൻ ബോക്സിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 കിലോൻ്റെ ബോക്സ് ഉണ്ടല്ലോ, കേക്ക് ടിന്നിൻ്റെ ബോക്സ്. അപ്പോൾ ആ ഒരു ബോക്സിലേക്ക് കറക്റ്റായിട്ട് 25 പോകും കേട്ടോ. കറക്റ്റ് മെഷർമെൻ്റ് ആയിരുന്നു ഈ ഒരു കപ്പിന്. അപ്പോൾ താഴെ 25, പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ നമ്മളെ കേക്കിൻ്റെ ബേസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലും ഈ ഒരു 25 കപ്പ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൽ 50 കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോകാനും ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് 50 കപ്പ്
അതിൽ വെച്ചിട്ട് പിന്നെ ഒരു 50 സ്പൂൺ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വുഡിൻ്റെ സ്പൂണ് ഞാനൊരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, 100 എണ്ണത്തിൻ്റെ ഒരു പാക്ക്. അതിൽ 50 എണ്ണം ഞാൻ ഇവർക്ക് കറക്റ്റായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഭയങ്കര ഈസിയാണ്, കേക്ക് പോലെയല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി പുഡിങ്ങാണ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. പിന്നെ നമുക്കത് പാല് പിരിയാതിരിക്കുക എന്നുള്ളതാണ്, ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ദിവസവും ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. കൊറോണ ടൈമിൽ ഞാൻ മേടിച്ച ആ ഒരു സ്റ്റാൻഡിൽ തന്നെയായിരുന്നു. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പം ഞാൻ വല്ല ബോട്ടിലിൻ്റെ മുകളിലോ ഞാനിങ്ങനെ ഹൈറ്റ് കൂട്ടാൻ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് പൊട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫോണിൽ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. പിന്നെ അതും നമുക്ക് കറക്റ്റായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ഹൈറ്റൊക്കെ കൂടുതലാകുമ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. ചില സമയത്ത് ഈ ഒരു ക്രാബൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുക. അത് താഴെയൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ അതൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ഞാനിപ്പോൾ അടുത്ത് കുറേ റീൽസിൽ ഞാൻ ഈ ഒരു ട്രൈപോഡിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മേടിച്ചപ്പോൾ ഇതെങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അധികം റേറ്റ് ഇല്ല, ഒരു 250 ഉള്ളിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. എനിക്ക് തോന്നുന്നു ഒരു 245 രൂപ എങ്ങാനും ആണ്. അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കിത് നല്ല സൈസ് കുറവായതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം. നോർമലി എൻ്റെ കയ്യിൽ ഇവിടെ ഒരു വലിയൊരു ട്രൈപോഡ് ഉണ്ട്. അത് നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിത് എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് കയ്യിലെടുക്കാറുമില്ല. എനിക്കത് ഭയങ്കര മടിയാണ് കേട്ടോ അത് പുറത്ത് കൊണ്ടുപോകാൻ. ഇപ്പോൾ ഇത് ഇത്രയും ചെറുതാണ്, എനിക്കെൻ്റെ ബാഗിലിടാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ഫോൺ വെച്ച് കൊടുക്കുക. ഫോണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുക. നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോണ് നമ്മൾ വെർട്ടിക്കലി ഹൊറിസോണ്ടലി അങ്ങനെയൊക്കെ പറയുമല്ലോ, അപ്പോൾ തിരിച്ച് വെച്ച് കൊടുക്കണ്ടേ. അങ്ങനെ വെക്കുമ്പോൾ ആ സംഭവം ചിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, സ്ട്രെയിറ്റ് ആയിട്ടും വെക്കാം തിരിച്ചും വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് അങ്ങനെ വെച്ച് കഴിഞ്ഞാലും കറക്റ്റായിട്ട് താഴെ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും നമുക്ക് പെട്ടെന്ന് തിരിക്കാൻ പറ്റും. ഇനി അതിൻ്റെ കൂടെ ഒരു LED ലൈറ്റും കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു ലൈറ്റ് കൊണ്ട് വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ജസ്റ്റ് അതിന്മേൽ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ലൈറ്റിൽ വലിയ ഉപകാരമൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമുക്കത് വലിയ ഉപകാരമൊന്നുമില്ല കേട്ടോ. ഇനി ആ ഒരു ബട്ടണ് അതെടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വ്ളോഗൊക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറേ ലോങ് നിന്നാലും നമ്മളെ കയ്യിൽ ആ ഒരു റിമോട്ട് ചെറിയൊരു ബട്ടണാണ്, അത് നമുക്ക് അതിന് എടുക്കാൻ പറ്റും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നായാലും ക്യാമറ നമുക്ക് ഓണാക്കാൻ പറ്റും. ഇത് അത്യാവശ്യം ഹൈറ്റിൽ നമുക്കിത് പൊക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഹൈറ്റിൽ വെച്ചിട്ടായാലും വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫോണ് നമുക്കിങ്ങനെ തിരിക്കണമല്ലോ, പല ആംഗിളിലും എടുക്കണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇങ്ങനെ വളച്ചൊടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ക്യാമറ ഓരോ ഫുഡിൻ്റെ വ്ളോഗ്സൊക്കെ എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ കേക്കിൻ്റെതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഇതിങ്ങനെ മാറ്റി അങ്ങനെ തിരിക്കേണ്ടി വരും. അത് നമുക്ക് സാധാ സ്റ്റാൻഡിൽ പറ്റില്ല, പക്ഷേ ഇതിൽ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ എനിക്ക് എന്താ പറയുക, അധികം വെയിറ്റ് ഇല്ലാത്തതായതുകൊണ്ട് നല്ല വെയിറ്റുള്ള ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് പറ്റുന്നുണ്ടാവില്ല. നോർമലി നമ്മളെ വെയിറ്റ് കുറഞ്ഞ ഫോണാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് പൊതുവേ വെയിറ്റ് കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് മറിഞ്ഞ് വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ ഫോണിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനതിൻ്റെ മാനുവലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചാർജറാണ് കേട്ടോ, നമ്മൾ ആ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഇതിനുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി ഞാനത് യൂസ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് 1 മാസമായി. ഞാനിപ്പോൾ 1 മാസത്തോളം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായ ഒന്നാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എനിക്കെൻ്റെ ബാഗിൽ വെച്ചിട്ട് എവിടെയും കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.